ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഫയർ ഡൈമൻ്റെ വകയൊരു അനിയനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഫയർ ഡൈമൻ്റെ ഉമ്മാൻ്റെ വരെയാണ്, പക്ഷേ ഇതിൻ്റെ ഉപ്പാൻ്റെ വരെയും കൂടിയാണ്. ഫയർ ഡൈമനോടെ ഫയർ ഡൈമനിടെ വയ്ക്കുന്നുണ്ട്. ഫയർ ഡൈമനാണ് ക്യാമറമാൻ. പിന്നെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ ഗാർഡനും മുറ്റവും അങ്ങനത്തെയാണ്. അപ്പോൾ ഫയർ ഡൈമനെ നിങ്ങൾക്കപ്പോൾ കാണിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ജസ്കോ ഫസ്റ്റ് മുറ്റത്തേക്കാണ് പോണത്. ഇതാണ് നമ്മളെ വല്യമ്മ. എൻ്റെ ചെരുപ്പ് ബാക്കിലായതുകൊണ്ട് ഞാൻ ബാക്കിൽ പോയി ചെരുപ്പ് ഇട്ടിട്ട് ബാക്കിലായതുകൊണ്ട് ഞാൻ ബാക്കിൽ പോയി ചെരുപ്പ് ഇട്ടിട്ട് ഓടിക്കോ. അപ്പൊ ഗൈസ്, ഓനെ ചെരുപ്പെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മുറ്റം തന്നെ ആദ്യം കാണിച്ചു കൊടുക്കോ. മുറ്റം വളരെ ഡേർട്ടി ആയിട്ടാണ് കൊടുക്കുന്നത്, കുഴപ്പമില്ല. അടുത്ത ഇവിടെ ഒരു ഗുണാക്കേവ് ഉണ്ട്. യെസ്, നമ്മളെ ഈ പൈപ്പിൽ നിന്ന് വരുന്ന വേസ്റ്റൊക്കെ ഇങ്ങോട്ടേക്കാണ് പോവാ. അപ്പോൾ വാ, നമ്മൾ സൈഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൈഡ്. നമ്മളപ്പോൾ സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. പാമ്പുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടിപൊളി, എന്തിൻ്റെ കൃഷിയാണെന്നൊന്നും അറിയില്ല, അടിപൊളി കൃഷി തന്നെയാണ്. വാച്ചിക്കോ, ഇതാണ് തിരുമ്പുന്ന കല്ല്. അതെല്ലാവർക്കും താറാവിൻ്റെ കൂടെ. താറാവിടെയാ? അവിടെ താറാവുണ്ട്. താറാവ് ആ സൈഡിലാണ്. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് പറഞ്ഞു കാണാം. വീഴാൻ പോലെ ചിക്കു. ചിക്കു ഇത്തിരി ചിക്കു ഇത്തിരിന്റെ താത്തിയാണ് ഈ കാണുന്നത്. കാണുന്നില്ല, കുഴപ്പമില്ല, കാണണ്ട. നമുക്ക് ഓൾറെഡി അകത്തൊരു കക്കൂസുണ്ട്, പക്ഷേ പുറത്ത് അസ്ത്ര 2 കക്കൂസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി ആ സൈഡ് കാണാം. ഇതാണ് ഫയർ ഡൈമൻ്റെ ഉമ്മാമ, കോയിനെ വളർത്തുന്നതാണ്. നമുക്ക് ആ സൈഡിൽ പോയി കാണിക്കാം. ചിക്കു നോക്കണ്ട. ഇതാണ് എൻ്റെ ഉമ്മമ്മയുടെ ഏറ്റവും വലിയ സ്വത്ത്, കോഴിക്കൾ. എൻ്റെ ഉമ്മമ്മക്ക് അവർ വളരെ പ്രിയപ്പെട്ടവരാണ്. ഇതാണ് നമ്മളുടെ താറാവ്. പേര് കുമാരനും കുമാരിയും. ഞാൻ പേരാട്ടോ, ആർക്ക് വിനോദമൊന്നും തോന്നരുതേ. അതാണ് അതിൻ്റെ അയൽവാസി, സംസാരിക്കുകയാണ്. വാസു, ഉണ്ണവാസു. വാസു പിന്നെ അടുത്ത് നമ്മൾ കാണിക്കുകയാണ്. ചിക്കു ഓടല്ലേ? ഏത് സ്ഥലം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് വയനാടാണ്. നിങ്ങൾക്ക് കാണാം, അടിപൊളി റോഡും അടിപൊളി ഫോറസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു വയനാട് തന്നെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മിറ്റം. പിന്നെ ഇതാ കുറേ ചെടികൾ, ഇതൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ചെറുപ്പം മുതലേയുള്ള കളിസ്ഥലം. ഇതാണ് എനിക്ക് മരം കയറാനൊക്കെ അറിയാം. ഈ ഒരു കപ്പിമരത്തുമ്പോൾ കയറി കാണിച്ചെടുത്ത് ചിക്കു. ആദ്യം ഇവിടെ പിടിക്കുക. എനിക്ക് വിനോദമൊന്നും തോന്നരുതേ. ചിക്കു കഴിഞ്ഞ പ്രാവശ്യം ജനിച്ച സമയത്ത് ഓനൊരു മങ്കിയായിട്ടാണ് ജനിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മരം കയറാനൊക്കെ ഒരു സിംഗിൾ. അടുത്ത മരങ്ങൾക്ക് ഞാൻ കയറുന്ന കാണിച്ചില്ല. മതി കയറിയാലേ, ഒന്ന് കാണിക്കണ്ട. അത് കാണിക്കാനെങ്കിൽ യൂട്യൂബിൽ ഒരു കമൻറ്റ് ഇട്ടോട്ടെ. ഇതാണ് ചിക്കുവിൻ്റെ കേടുവന്ന പഴയ സൈക്കിൾ. ഇത് നമ്മൾ വേറൊരു വളം കൂടി ഉണ്ട്. വാ, ഇതൊക്കെ നമ്മളെ നിറച്ചും വളങ്ങളാണ്.
ഞങ്ങൾ വളരെ പ്രകൃതി സ്നേഹിയാണ്, അതുകൊണ്ടാണ്. പിന്നെ മാങ്ങ മരം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കുറേ മരം വെട്ടിപ്പോയി. പ്രകൃതി സ്നേഹിയാണ് തന്നെ. പ്രകൃതി സ്നേഹികളെ പറഞ്ഞിട്ട് മരം വെട്ടിപ്പോയി എന്ന് പറഞ്ഞു. നല്ല കാര്യം. ഇനി നമുക്ക് നമ്മളെ പേരക്കമരം കാണാം. ഇതാണ് നമ്മുടെ പേരക്കമരം. ഇപ്പം പേരക്കൊന്നും ഇല്ല, സീസൺ അല്ലാത്തതുകൊണ്ട്. പ്രകൃതിയുടെ സംഭവമാണ്. ഇതുണ്ടോ, ഇതൊരു മാങ്ങ മരമാ. ഇതോ ഇതിൽ മാങ്ങൊന്നുമില്ലല്ലോ. അതാണ്, അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. നമ്മളെ അയൽവാസിന്റെ പേരെന്താന്ന് വെച്ചാൽ ചിക്കുവിൻ്റെ ഭ്രാന്തങ്ങളാണ്. ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അടിക്കാത്തൊരു കമൻറ്റ് ചെയ്യുക, ബാഡ് ലൈക്ക് അടിക്കാത്തൊരു ബാഡ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം.